പ്രിയമുള്ളവരെ, അവർ ജീവി എന്നാണ് അറിയപ്പെടുന്നത്. ജീവി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. Arunachal Mission, Gospel on the Mountains. Jesu, Jai Jesu, Jesu, Jai Jesu. പ്രിയമുള്ളവരെ, മനിഗോങ് വില്ലേജിൽ ആണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മനിഗോങ് വില്ലേജിൽ 3 പ്രമുഖന്മാരാണ് നമ്മളുടെ കൂടെ ഇന്നുള്ളത്. ഗാംബൂഡ എന്നാണ് ഇവരെ വിളിക്കപ്പെടുന്നത്. ഇവർ ഇവിടുത്തെ ഓരോ വില്ലേജുകളിലും ഇവർ നേതാക്കളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ് ഇവർ. ഇവരുടേതായിട്ടുള്ള വില്ലേജിൽ, ഗ്രാമങ്ങളിൽ ഏത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാനായിട്ടുള്ള അധികാരമുള്ള ആളുകളാണ് ഇവരെല്ലാവരും. നമ്മുടെ ഈ ഗ്രാമത്തിലെ നേതാക്കൾ എന്നുള്ള രീതിയിൽ അവരുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു വ്യത്യസ്തത. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ आपका कपड़ा थोड़ा अलग है ना, ये कपड़ा का क्या है, कपड़ा कैसे बनाया है आपका ये कपड़ा? ये कपड़ा बालूक बोलू नहीं है, तिब्बत का असली बकरा का चूल है। हाँ, ടിബറ്റിൽ अपना से हाथ से बुन के बनाता है हम लोग का। ടിബറ്റിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മൃഗത്തിന്റെ തോലാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ചെമ്മരിയാടെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ ഒരു പശുവർഗത്തിൽപ്പെട്ട ഒരു മൃഗം. അപ്പം അതിന്റെ തോല് പ്രത്യേകമായിട്ട് അതാണ് ഇവരുടെ വസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ये आपका टोपी कैसे बनाया है इसका? टोपी यहाँ नहीं बनता है, अलंग में बनता है। यहाँ बेक नहीं है, अलंग में बेक है। बेक का टोपी 2000 में खरीदता है हम लोग। तो इसको 2000 ऐसे होता है ना इसका? यहाँ बेक नहीं होता है। ഇവര് ധരിച്ചിരിക്കുന്ന ഈ ഒരു തൊപ്പി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനൊരു വ്യത്യസ്തതയുണ്ട്. അത് ചൂരൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു പ്രത്യേകതരം ചൂരൽ. അതും ഈ ഗ്രാമത്തിൽ നമുക്ക് കിട്ടുന്നതല്ല. മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് അവർ ഉണ്ടാക്കി വാങ്ങുന്നതാണ്. ഇതിന് 2000-ഓളം രൂപ, ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ രൂപയുടെ ഇതനുസരിച്ച് 2000-ഓളം രൂപ ഇതിന് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമുക്ക് കാണാം. അത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മൃഗത്തിൻ്റെ തന്നെ അതിൻ്റെ ആ തലഭാഗത്തുള്ള തോലാണ് കാണുന്നത്. അത് അവരുടെ ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് അവർ ധരിക്കുന്നു. അപ്പോൾ थोड़ा सीधा हो जाएगा. अभी आपका ये दाव के बारे में कुछ बता सकेगा? ये किससे बनाया है और ये दाव भी कहाँ से है? थोड़ा बताने से अच्छा था. ये तलवार लोहा मिस्त्री में बनाता है. लोहा मिस्त्री, अलंग में बनाता है. ये चमड़ा एक हरिंग का नोला जंगल माता है, उसका चमड़ा है. उसका माता ई है, उसका माता ई है. उसको हम लोग लगाएगा और उसको भूकेगा तो हम लोग पहले में हम लोराइता पुराना चीज है, लगता नहीं है. ഈ വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് കാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഒരു മൃഗത്തിൻ്റെ, അത് ഈ വാള് മറ്റൊരു മൃഗത്തിൻ്റെ തോലാണ്. അത് ഒരു മാൻ വർഗം, കാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മാൻ്റെ തോലാണ് ഈ വാളിൻ്റെ ഉറക്കായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ആ മാൻ്റെ തന്നെ തലഭാഗത്തുള്ള തോലാണ് നേരത്തെ ഒന്ന് അത്തോട അസക്തായ. ഇവിടെ നമുക്ക് കാണാം ഇത് ഈ മൃഗത്തിൻ്റെ തലയാണെങ്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ വാളിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന അതേ മൃഗത്തിൻ്റെ തോലാണ്. അതിൻ്റെ തലയുടെ ഭാഗത്തുള്ള തോലാണ് ഈ കാണുന്നത്. ഇത് മാൻ്റെ. ഇത് നമുക്ക് കാണാം ഇവിടെ ഈ തലഭാഗം നമുക്ക് കാണാം. അതിൻ്റെ ചുണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് ആ മാൻ്റെ
തലയുടെ ഭാഗത്തുള്ള തോല് ഇതേ മൃഗത്തിന്റെ തോല് ഉപയോഗിച്ചാണ് ഈ വാളിന്റെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇവിടെ യുദ്ധങ്ങൾ വളരെ റെഗുലർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്കൊരു പ്രത്യേക ഐഡന്റിറ്റി ആയിരുന്നു ഇവരുടെ ഈ ഇപ്പൊ പറഞ്ഞ ആ തലേന്നുള്ള ഒരു പ്രത്യേക ഇവരെ തിരിച്ചറിയാനാണ്. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രിഫറൻസ് കൊടുക്കും. അപ്പോൾ അതിനുള്ള ഒരു അടയാളം കൂടിയായിരുന്നു പഴയ സംസ്കാരത്തിൽ. ഇപ്പോൾ യുദ്ധം അങ്ങനെ ഒന്നുമില്ല. പക്ഷേങ്കിലും ഇവർക്ക് അധികാരമുണ്ട്. ഒരു ഗ്രാമത്തിന്റെ അധികാരം ഇവർക്കുണ്ട്. ഇത് നമുക്കറിയാം, ഇത് മറ്റൊരു ജീവിയാണ്, മറ്റൊരു ഗ്രാമത്തിലെ നേതാവാണ് അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമുക്കറിയാം ഈ ഒരു बेल्ट ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അതിന്റെ പ്രത്യേകത അറിയാം. ये आपका ये बेल्ट के बारे में आप थोड़ा बता सकेगा वो लोग? ये तो टाइंचरा का है ना, ये हम लोग नाम बोखर टाइंचरा बोलता है। टाइंचरा हिंदी में खूरी बोलता है ना। अच्छा, ये मतलब तुयर तुयर बोलता है बोखर में। हाँ हाँ ये यहाँ पे इसलिए हम लोग अभी तो हम लोग थोड़ा अच्छा हो गया। അദ്ദേഹം പറയുന്നത് ഈ ബെൽറ്റും അതിനൊരു പ്രത്യേകത കാണാം. പക്ഷേ ഇത് ഇവിടെ ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് ടിബറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ടിബറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ മറ്റൊരു രാജ്യം, ടിബറ്റ് മറ്റൊരു രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ തന്നെ സഹോദരങ്ങൾ അതിർത്തിക്കപ്പുറം ടിബറ്റിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളൊരു വളരെ സർവ്വസാധാരണമായിരുന്നു. यहाँ से कितना दूर होगा टिबet? यहाँ से तो 4 दिन पैदल. ടിബറ്റ് एक दिन भी नहीं लगता है। ടിബറ്റ് ഇവർ പറയുന്ന, അതായത് പല റൂട്ടുകളുണ്ട്, പല വഴികളുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അതിർത്തി എത്താൻ പറ്റും, 4 ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നത്. നടന്നാണെങ്കിൽ, കാരണം ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വഴി ഇതൊരു പരിധി കഴിഞ്ഞാൽ അങ്ങോട്ടില്ല. പിന്നീട് നടന്നുള്ള വഴികളും കാട്ടിലൂടെ നടന്നുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. ഈ ബെൽറ്റിന്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവര് വനങ്ങളില് ഇതേപോലെ വേട്ടയാടിയും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചിലകളൊക്കെ അവര് അവിടെ നിന്ന് കാടുകളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ പറയില്ല എന്താണ് കീ കെട്ടുക എന്ന് പറയില്ല. അപ്പോൾ അതേപോലെ ഒരു ഉപയോഗം കൂടി ഈ ബെൽറ്റിനുണ്ട്. കാരണം ഇവര് ദിവസങ്ങൾ, ഇപ്പോൾ ഇവർ പറഞ്ഞു ടിബറ്റിലെത്താനായിട്ട് 4 ദിവസം 5 ദിവസം ഒക്കെ എടുക്കും. അപ്പോൾ നടക്കും. അപ്പോൾ ആ നടപ്പിൽ അവർക്ക് ഇതേപോലെ അവർക്ക് റെഗുലറായിട്ട് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ബെൽറ്റ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് അരി ഭക്ഷണം ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ ടിബറ്റിൽ നിന്നാണ് ഇതേപോലെ ഭക്ഷണ സാധനങ്ങൾ, ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവർ പറയുന്നത്. മറ്റുള്ളത് ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് കാണാം, ഇവിടെ കൃഷി ചോളം പിന്നെ കിഴങ്ങുകൾ ഇവരിപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇവരുടെ ഭക്ഷണം. പിന്നെ ഉപ്പിനായിട്ട് ഇവർ ടിബറ്റിൽ നിന്ന് ഒരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു വസ്തുവായിട്ട് ഇവർ ടിബറ്റിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അരി ഭക്ഷണം ഇവർ ഈ വഴി വന്നതിന് ശേഷമാണ് അവർ കൂടുതൽ അരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. കാരണം അതിന് മുമ്പ് താഴ്ത്തുനിന്നൊരു 2 ദിവസം നടന്ന് ഇവരിവിടെ എത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ അരി ചുമന്നുകൊണ്ട് വരിക എന്നുള്ളത് അവർക്ക് വലിയൊരു ദൗത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അരി ഭക്ഷണം കുറവായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇവർ ജീവി എന്നാണ് അറിയപ്പെടുന്നത്. ജീവി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഗാംബൂഡ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമായിട്ടാണ് അവർ ജീവി പറയുന്നത്. നമുക്ക് വളരെ പ്രത്യേകതയുള്ള കുറച്ച് വ്യക്തികളായിട്ട് മാത്രം നമ്മൾ കാണുന്നു. പക്ഷേ ഇവർക്ക് ഇപ്പോഴും വളരെയധികം അധികാരം ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഓരോ ഗ്രാമത്തിൻ്റെയും അധിപന്മാരാണ് അവർ. ഏത് തരത്തിലുള്ള ക്രൈമാണെങ്കിലും ഇവർക്ക്, ഒരു കൊലപാതകം വരെ ഇവർക്ക് അത് സോൾവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവർക്ക് സാധിക്കാത്ത വിഷയങ്ങൾ പിന്നീട് നമ്മൾ പോലീസ് അത്തരത്തിലുള്ള പോകുന്നുള്ളൂ. അപ്പോൾ आप सबको बहुत बहुत धन्यवाद एक और बार.
कोई ना जैसो അരുണാചൽ മിഷൻ ഗോസ്പെൽ ഓൺ ദ മൗണ്ടൻസ്. മണിഗോങ്ങിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇടവക ദേവാലയം പ്രാർത്ഥനാ മുഖരിതമാണ്. മുഖ്യമായുള്ള പ്രാർത്ഥന ഇവിടുത്തെ യുവജനങ്ങൾക്കു വേണ്ടിയാണ്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നുവരുന്ന പുതുതലമുറയ്ക്കു വേണ്ടി. ഈ പ്രദേശത്തിന്റെ ഭാവി പ്രധാനമായും ഇവിടുത്തെ യുവജനങ്ങളിലാണല്ലോ. അൽമായരാൽ ആരംഭം കുറിച്ച ഈ അരുണാചൽ മിഷന് വളരെയേറെ കാര്യങ്ങൾ ഇവിടുത്തെ ദൈവമക്കൾക്കായി ഇനിയും ചെയ്യേണ്ടതുണ്ട്. തിന്മയുടെ വെല്ലുവിളികളെ വകവയ്ക്കാതെ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ വളർത്തുകയാണ് ഈ മിഷനെ. ഈശോയെ അറിയുന്നതിന് മുൻപുള്ള ഇവിടുത്തെ ഗോത്ര സമൂഹത്തിന്റെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമായിരുന്നുവെന്നാണ് അരുണാചലിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു നിമിഷം നമുക്കതിലേക്കും കൂടി നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അരുണാചൽ മിഷനിൽ പ്രത്യേകിച്ച് ഇറ്റാനഗർ ഡയസിസിലൊക്കെയുള്ള ട്രൈബുകളുടെ ഇടയിലുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബഹുഭാര്യാത്വം. അത് കാലങ്ങളായിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ്. അത് നമ്മുടെ ഒരു പാസ്റ്ററൽ വർക്കിനെ എങ്ങനെ വെല്ലുവിളിയായിട്ട് മാറുന്നു? അതൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന പല മിഷണറിമാരും മറ്റേ അച്ഛന്മാരും ബിഷപ്സും എല്ലാം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, ഈ പോളിഗമി, അതായത് ഒരാൾക്ക് പല ഭാര്യയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെയൊക്കെ 4, 5, 6 ഭാര്യമാരുള്ളത്. ഒരിക്കലും ഒരു കത്തോലിക്കൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബിഷപ്പിന് എന്നെ അറിയാം, ഞാൻ കത്തോലിക്കനാണ്, എനിക്ക് ഇപ്പോൾ 5 ഭാര്യയുണ്ട്. എനിക്ക് 12 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് 3 ഭാര്യമാരെ മേടിച്ചു തന്നു. അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ, ഞാൻ കത്തോലിക്കനല്ലായിരുന്നു. അപ്പോൾ എനിക്ക് 12-ാം വയസ്സിൽ 3 ഭാര്യമാരെ എൻ്റെ അപ്പൻ എനിക്ക് മേടിച്ചു തന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ 2 ഭാര്യമാരെയും കൂടെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് 5 ഭാര്യമാരുമുണ്ട്, 30-ൽ പരം കുട്ടികളുമുണ്ട്. ഇവരെല്ലാം ഞാൻ സംരക്ഷിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെ ഒരു ആൾ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാസ്റ്ററൽ സിറ്റുവേഷൻ. ഇത് ഇവൻ്റെ ഒരു ആളുടെ സ്റ്റോറിയല്ല, ഇത് പലരുടെയും സ്റ്റോറിയാണ്. ഇവരെല്ലാം കത്തോലിക്കരാകുന്നതിന് മുമ്പേ ഇങ്ങനെ സംഭവിച്ചതാണ് അവരോട്. പല ആൾക്കാരും ഇങ്ങനെ പല ഭാര്യമാരുള്ളവരെല്ലാം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ ചേരണം, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരണം. ഞങ്ങൾ അന്നേരം അവരോട് പറഞ്ഞു, നിനക്ക് ഇത്രയും ഭാര്യമാരോണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കലി ഈ അരുണാചലിലുള്ള എല്ലാവരെയും തന്നെ ഞങ്ങൾ മാറ്റി നിർത്തേണ്ടി വരും. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അവരെ ഇങ്ങോട്ട് സ്വീകരിക്കാം, അവരെ പഠിപ്പിക്കാം, അടുത്ത തലമുറയെ അല്ലെങ്കിൽ അതിന് വരുന്ന തലമുറയെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം. ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് സ്വീകരിച്ചു. ഞങ്ങൾ മനസ്സിൽ ഓർത്തു, ആദ്യ സഭയിൽ പസ്ത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ സമയത്തും പിന്നെ ഉള്ള ആദ്യത്തെ നൂറ്റാണ്ടുകളിലൊക്കെ അവരുടെ ഇടയിലും പല വിഷമങ്ങൾ ഇങ്ങനെ ഉണ്ടായി കാണും. അന്നേരം ഈ എല്ലാ നിയമങ്ങളും പറഞ്ഞു വെച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തി കാണുകയല്ല. ഇപ്പോൾ നമുക്കുള്ള പല നിയമങ്ങളും 2000 കൊല്ലം കൊണ്ട് ക്രോഡീകരിച്ച് വന്ന നിയമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം നമ്മൾ എടുത്ത് ഒരേ മാതിരി ആദ്യമായി കയറി വരുന്നവൻ്റെ തലയിലേക്ക് അടിച്ചു കേൾപ്പിക്കുന്നതും അത്ര നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞ 16 വർഷം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ധാരാളമായിട്ട്. ഈ ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞ് നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് തന്നെ മനസ്സിലായി ഇത് ശരിയല്ലെന്നുള്ള കാര്യം. അവരിപ്പോൾ ഒരു 50-60% കൂടുതൽ ഇതിൽ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പോളിഗമിയിൽ. അത് പള്ളി പറഞ്ഞതുകൊണ്ടും മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ഈ മറ്റുള്ള ഇന്ത്യക്കാരുമായിട്ടുള്ള അവിടെയും മോണോഗമിയാണുള്ളത്, അവരുമായിട്ടുള്ള ബന്ധം, പിന്നെ കുട്ടികളുടെ ഇടയിൽ തമ്മിലുള്ള ഒരു അവയർനെസ്.
അവരുടെ മാതാപിതാക്കൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതെന്നുള്ളത് കുട്ടികൾക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരുടെ മാതാപിതാക്കളോട് അതിനെതിരായിട്ട് സംസാരിക്കും. പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവർ തമ്മിലുള്ള അവയർനെസ്സും, അവർക്കും ഒരു പോളിഗമി ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയായിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരും പോകാൻ വിസമ്മതിക്കുന്നു. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പോളിഗമി ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു വലിയ കാരണം ഇക്കണോമിക്സാണ്. ഇത്രയും ഭാര്യമാരുണ്ട്, അവരെ നോക്കിയെടുക്കുക, അവർക്കെല്ലാം കുട്ടികളെ നോക്കി പഠിപ്പിക്കുക. പണ്ടൊക്കെ കൃഷി ആയിരുന്നതുകൊണ്ട് അതിനുവേണ്ടിയായിരുന്നു കൂടുതൽ ഭാര്യമാരെ എടുത്തിരുന്നതെന്നൊക്കെ. ഈ പോളിഗമിയുടെ ഉൽപ്പത്തി തന്നെ നമുക്ക് പറയാം അന്നത്തെ അവരുടെ അഗ്രികൾച്ചറൽ സിറ്റുവേഷനിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ധാരാളം സ്ഥലങ്ങളുണ്ട്, എന്നിട്ട് അത് കൃഷി ചെയ്യാനായിട്ട് കൃഷി ചെയ്ത് ആഹാരം ടേബിളിൽ മേശപ്പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് സ്ത്രീയുടെ ജോലിയായിരുന്നു അവരുടെ സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം ജോലി ചെയ്യുകയുള്ളൂ, 2 സ്ത്രീകളുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലത്ത് ജോലി ചെയ്യും. അങ്ങനെ കൂടുതൽ ഭാര്യമാരെന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലിക്കാർ, അതായിരുന്നു അവരുടെ ഒരു മനോഭാവം. കാരണം അത് മാത്രമല്ല, അവരുടെ ട്രൈബുകൾ തമ്മിൽ പലപ്പോഴും യുദ്ധം ഉണ്ടായി ഒത്തിരി പുരുഷന്മാർ മരിച്ചുപോയി. അതുകൊണ്ട് പുരുഷന്മാരുടെ അംഗസംഖ്യ കുറഞ്ഞു, സ്ത്രീകളുടെ അംഗസംഖ്യ കൂടി. പിന്നെ സ്ത്രീകൾ കൃഷിക്കാരാണ്, അപ്പോൾ അവരെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പോളിഗമി ഉണ്ടായത്. ഇപ്പോൾ ആ കാരണങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പോളിഗമി മാറും. ഞങ്ങളുടെ പ്രതീക്ഷ ഒരു 1-2 തലമുറ കഴിയുമ്പോഴത്തേക്കും പോളിഗമി കംപ്ലീറ്റ് ആയിട്ട് പോകും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു നിർബന്ധം വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതാണല്ലോ, ഈ സഭയിലെ പ്രത്യേക ഉത്തരവാദിത്തങ്ങളിൽ നിലവിൽ 2 ഭാര്യമാരുള്ളവർ നിൽക്കുന്നെങ്കിൽ പോലും ഇനി രണ്ടാമത് ഭാര്യയെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആ ഒരു ഉത്തരവാദിത്തം മാറ്റി നിർത്തണം എന്നൊക്കെ പിതാവ്. അതിപ്പോൾ ഒരു ഉപദേശിയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഉപദേശിമാർക്കെല്ലാം ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ 2 ഭാര്യയുള്ള ആൾക്കാർ ഞങ്ങൾ ഉപദേശിയായിട്ട് നിർത്താറില്ല. പല ഉപദേശിമാരും ചിലപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഭാര്യയോടെ ചിലപ്പോൾ സ്വീകരിക്കും നാട്ടുനടപ്പനുസരിച്ച് അവരുടെ. അപ്പോൾ ഞങ്ങൾ അവരെ ഉപദേശ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താറുണ്ട്. ഇങ്ങനെയുള്ള ചില മൈനർ ഇൻസിഡൻസ് നടക്കാറുണ്ട്. പക്ഷേ പൊതുവേ ഇപ്പോൾ ഉപദേശിമാരെല്ലാം ഒരു ഭാര്യയുള്ളവരാണ്. പിന്നെ അവരുടെ ഇടയ്ക്ക് തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് പോളിഗമി ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇത് അതുകൊണ്ട് 1-2 തലമുറയ്ക്കകം മുഴുവൻ പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇറ്റാനഗർ ഡയസിസിലെ മണിഗോഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. ഈ വില്ലേജ് ഇറ്റാനഗറിൽ നിന്ന് ഏതാണ്ട് 700 കിലോമീറ്റർ ദൂരെയാണ്. ഞങ്ങൾ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ചൈനയിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരമുള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. ഒരു ദിവസം കൊണ്ടൊക്കെ ചൈന ബോർഡറിൽ പോയിട്ട് അവർ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഫാദർ റോണി ഫ്രാൻസിസ്. അച്ഛൻ ഇവിടുത്തെ പുതിയ പാരീഷിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഒരു 3-4 മാസം മുമ്പ് മുതൽ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുകയായിരുന്നു ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്താനായിട്ട്. നമുക്ക് അച്ഛനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. ഫാദർ ജയ് ജിസു. ഫാദർ ജയ് ജിസു. അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വളരെ വിചാരിച്ചു ഒരു സീനിയറായിട്ടുള്ളൊരു അച്ഛൻ ഇവിടെ വന്ന ജോലിക്കായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു. ഞാനിങ്ങനെ മുഖത്തൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് കൂടുതലുള്ള അച്ഛന്മാർ പറഞ്ഞത് ഈ അച്ഛന് പട്ടം കിട്ടിയിട്ട് 1 വർഷം പോലും ആയില്ല. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതെന്താണ് സംഭവം എന്ന് വിശദീകരിക്കാമോ? സംഭവം ഒരു ചെറുപ്പകാലത്ത് അത്രയധികം പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭക്തി ലൈനുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. എങ്കിലും ഞായറാഴ്ച മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിയിൽ പോയിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ജീവിച്ചു വന്നിരുന്നു. പിന്നീട് എൻജിനീയറിംഗ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു സന്യാസ ജീവിതത്തിനെ കുറിച്ചുള്ളൊരു ചിന്ത വരികയും പിന്നീട് ഞാൻ ആലോചിച്ചു ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സമർപ്പിത ജീവിതത്തിലൂടെ ഒരു സന്യാസ ജീവിതം എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുകയും അങ്ങനെ കപ്പൂച്ചിൻ സഭയിൽ വരുവാനായിട്ട് ഇടയാവുകയും അത്തരത്തിൽ പിന്നീട് വൈദികനായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു. എഞ്ചിനീയർ ആയിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ 1 വർഷം, ഞാൻ ആദ്യം ഡിപ്ലോമ പഠനം കഴിഞ്ഞിട്ട് 1 വർഷം BPL പാലക്കാടുള്ള BPL കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ചാച്ചൻ ഈ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് മുൻപ് വല്ല അറിവ് ഉണ്ടായിരുന്നു?
നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഈ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അച്ഛന്മാർ ഇവിടെ മിഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ഫ്രാൻസിസ് എന്ന് പറയുന്ന അച്ഛൻ, ഇവിടെ ആദ്യമായിട്ട് ഞങ്ങളുടെ കപ്പുച്ചിൻ സഭേനെ പ്രതിനിധീകരിച്ച് അരുണാചലിൽ വന്ന ഫ്രാൻസിസ് എന്ന അച്ഛൻ, ഞങ്ങൾ നൗഷേറ്റ് പഠന കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളുടെ നൗഷേറ്റിൽ വന്ന് മിഷനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇടയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതേപോലെ മിഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ ഉള്ള പുരോഹിതരുടെ ദൗർലഭ്യവും ഇവിടുത്തെ ഒരു ചലഞ്ചിനെ കുറിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ അന്ന് തൊട്ടൊരു ചെറിയൊരു ആഗ്രഹം, മിഷന് പോയാൽ നന്നായിരിക്കും എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടും ചലഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നൗഷേറ്റിൽ വെച്ച് പിന്നീട് പ്രൊവിൻഷ്യൽ അച്ഛനോട് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നീട് ഫിലോസഫി പഠനത്തിന് ശേഷം അരുണാചൽ മിഷൻ തിരഞ്ഞെടുത്തവർക്ക് നോർത്ത് ഈസ്റ്റിൽ ഫോർമേഷനുള്ളൊരു ഓപ്ഷൻ വന്നു. അങ്ങനെ ഞാൻ ഷില്ലോങ്ങിൽ സേക്രഡ് ഹാർട്ട് തിയോളജിക്കൽ കോളേജിൽ തിയോളജി പഠനം പൂർത്തീകരിച്ച് അതിനുശേഷം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഈ മനികോം ഗ്രാമത്തിൽ. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. അധികാരികൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ തന്നെ, ഇവിടെ വരാൻ തന്നെ അനുവദിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് കുറച്ചു കാലം അച്ഛൻ ഈ ദിവസങ്ങളൊക്കെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഭാഷ അറിയത്തില്ലാത്തൊരു നാട്ടിൽ സൗകര്യങ്ങളില്ല, വെറുതെ ബാമ്പു കൊണ്ടുള്ള ഷെഡൊക്കെ കെട്ടിയിട്ട് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അച്ഛന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫോൺ വിളിക്കാനുള്ള സൗകര്യമില്ല, നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അച്ഛനത് മാനേജ് ചെയ്തു അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ? ആദ്യം മനികോങ് എന്ന ഒരു വില്ലേജ് തിരഞ്ഞെടുക്കാനായിട്ട് പിതാവിൻ്റെ ഭാഗത്തുനിന്നൊരു റിക്വസ്റ്റ് ഞങ്ങളുടെ അധികാരികൾക്ക് വരികയും അതിനുശേഷം ഞങ്ങളുടെ അധികാരി അച്ഛന്മാർ ഇവിടെ വരികയും ഈ സ്ഥലം കണ്ടപ്പോൾ അവർക്കും ഒരു ചെറിയ ഈ ഒരു വില്ലേജ് എടുക്കണമെന്നുള്ളൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു അവർക്ക്. കാരണം അച്ഛൻ പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെ. പിന്നെ മൊത്തത്തിൽ മനികോങ് വില്ലേജ് വളരെ കാഠിന്യമുള്ളൊരു മിഷൻ സെൻ്റർ ആണെന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചലഞ്ച് എന്നുള്ളത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടിരുന്ന പല കഥകളിലും വലിയ യാഥാർത്ഥ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്ര ചലഞ്ചിങ് അല്ല എന്ന് പറഞ്ഞാൽ റോഡിന് ചെറിയതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രദ്ധ വരുന്നൊരു സ്ഥലമാണിത്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കൊരു കിലോ പഞ്ചസാര മേടിക്കണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഏതാണ്ട് 400 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 10 മണിക്കൂർ യാത്ര ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്ന, അതായത് ഈ ഒരു ചലഞ്ച് എനിക്ക് ചലഞ്ച് ആകാതിരിക്കാനുള്ള കാരണം ഇവിടുത്തെ ജനത്തിന്റെ സ്നേഹമാണ്. അച്ഛൻ ഭാഷയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പും ഷില്ലോങ്ങിൽ ഞാൻ തിയോളജി പഠന കാലഘട്ടത്തിൽ തന്നെ അവിടെ കാസി എന്ന് പറഞ്ഞൊരു ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ ട്യൂഷൻ എടുക്കാനായിട്ട് ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെന്നു. അപ്പോഴും ഇതേപോലെ തന്നെ ഭാഷയുടെ ഒരു പ്രശ്നം. കാരണം അവർ കാസി പറയുന്നു, ഞാൻ ഹിന്ദി പറയും, ഇംഗ്ലീഷ് പറയും. അവരുടെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ വൈകിട്ട് ഇതേപോലെ കുട്ടികളുടെ ട്യൂഷൻ എടുക്കാൻ പോകും. അപ്പോൾ അവർ പറയും, നീ ഏത് ഭാഷ വെച്ചാണ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നാച്ചുറലായിട്ട് എനിക്കൊന്ന് മറുപടി സ്നേഹത്തിന്റെ ഭാഷ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റിൽ വന്നിട്ടുള്ള ആർക്കും മനസ്സിലാവും സ്നേഹത്തിന്റെ ഭാഷയുടെ മൂല്യവും അത് എത്രത്തോളം നമുക്ക് അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനത്തിന്റെ സ്നേഹവും അവരുടെ സപ്പോർട്ടും, ഇന്നിപ്പോൾ അച്ഛൻ തുടക്കത്തിൽ പറയുണ്ടായിരുന്നു, ഇന്നൊരു വലിയ ചടങ്ങാണ് നമ്മളുടെ പാരിഷ് ഇവിടെ തുറക്കുന്നു, ഇനോഗ്രേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിന്റെ പ്രധാന ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. അവർ തന്നെയാണ് ഇതിനു വേണ്ടി അധ്വാനിച്ചത്. ഞാനൊരു വ്യക്തിയായിട്ട് വന്ന് നിന്നു, ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അവർ തന്നെയാണ് ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തതും ചെയ്തതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് ഇവിടുത്തെ ഹീറോ, അവർ തന്നെയാണ് എൻ്റെ സപ്പോർട്ട്. നമുക്ക് അച്ഛനെ പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കാം. തൻ്റെ എൻജിനീയറിംഗ് പഠനവും എല്ലാം കഴിഞ്ഞ് നല്ലൊരു ബിരുദധാരിയായി നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയത്ത് അതെല്ലാം കർത്താവിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചിട്ട് കടന്നു വന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അനേകർ ഈ അരുണാചൽ പ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരും. അതിനുള്ള പ്രതീക്ഷയിലാണ്. ഈ ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത വൈദികർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 90% പേരും കേരളത്തിൽ നിന്നുള്ള വൈദികരായിരുന്നു. അവരുടെ ചെറുപ്രായത്തിൽ കർത്താവിന് വേണ്ടി തീഷ്ണതയോടുകൂടി ഓടാനുള്ള ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്നവരാണ്. ഈ അവസരത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി നന്മകളുണ്ടാകട്ടെ. ഞങ്ങൾ ഇനിയും ഈ മേഖലയിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അച്ഛനെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
താങ്ക് യു. ജയ് ജയ്സു. എൻ്റെ പേര് ടോമി മമ്മാൻസ്. നാട് കേരളം, തിരുവനന്തപുരം. ഇവിടെ അരുണാചൽ പ്രദേശിലെ മിഷൻ സുപ്പീരിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ മിഷൻ എല്ലാം തന്നെ വളരെ ഇൻറ്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിലാണ് സേവനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാ ഗോത്രക്കാരുടെ ഇടകളിൽ പോയി എവിടേക്കാണ് വളരെ ഡിഫിക്കൽട്ട് ഏരിയ ഉള്ളത് അവിടേക്ക് പോകുന്നു. അത് ഞങ്ങളുടെ മാത്രം ആഗ്രഹമല്ല, രൂപതയിലെ പിതാക്കന്മാർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ അവിടേക്ക് പോവുകയും അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് അവരോടൊപ്പം ജീവിക്കുകയും ചെയ്ത് ഞങ്ങൾ സേവനം ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങൾ പലയിടത്തും സ്കൂളുകളുണ്ട്, ഹോസ്റ്റലെല്ലാം തന്നെ ഭൂരിപക്ഷം പിള്ളേരും തന്നെ പലയിടത്തും വളരെ ദൂരത്ത് നിന്ന്, അവർക്കൊന്നും സ്കൂളുകളൊന്നും ഇല്ലാത്ത ഇടത്ത് നിന്ന് ഞങ്ങൾ പിള്ളേരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ തന്നെ ഇനിഷ്യേറ്റീവ് ഉണ്ട് അവരെ ഞങ്ങളെ ഹോസ്റ്റലിൽ നിർത്തുകയും വളരെ പാവപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങളുടെ തന്നെ അച്ഛന്മാർ പല വ്യക്തികളിൽ സഹായിക്കുന്നതുകൊണ്ട് ആ സഹായം കൊണ്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ സേവനത്തിന് ഞങ്ങളുടെ വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യുവ വൈദികരാണ്, കപ്പുച്ചിൻ വൈദികരാണ്. 15ഓളം യുവ വൈദികരും ഞങ്ങൾക്ക് ഒപ്പമുണ്ട്. അവർ എന്തിനും ഏതിനും തയ്യാറാണ്. അത് ഞങ്ങളുടെ പ്രൊവിൻഷ്യലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രൊവിൻഷ്യലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ യുവ വൈദികരോട് എന്ത് ചോദിച്ചാലും, ഏത് വില്ലേജിലേക്ക് പോകാനും, എന്തിന് നടന്നു പോകാനും നിങ്ങൾക്ക് അറിയാം. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു വില്ലേജിലേക്ക് പോകണമെങ്കിൽ കുർബാന എത്തണമെങ്കിൽ തന്നെ ഞങ്ങൾ 2-3 ദിവസം നടന്ന് ചെല്ലി അവിടെ കുർബാന എത്തിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഞങ്ങളുടെ യുവ വൈദികരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ വളരെ സന്നദ്ധരാണ്. അതിനു വേണ്ടിയിട്ട് പോകാനും അവരെ സേവനം ചെയ്യാനും അവരോടൊപ്പം ഒരാഴ്ച നിന്ന് അവരോടൊപ്പം വസിക്കാനും തിരിച്ചു വന്ന് പിന്നെയും അടുത്ത വില്ലേജുകളിലേക്ക് പോകാനും അവർ തയ്യാറാണ്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെ അവസാനത്തെ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ മണിഗോങ് ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. മണിഗോങ് എന്ന് പറയുന്നത് ചൈന ബോർഡറിൻ്റെ ഏറ്റവും അവസാനത്തിരിക്കുക. ചൈന ബോർഡർ, ഇന്ത്യ ബോർഡർ, ഇവിടെ ഏറ്റവും അവസാനത്തെ ചൈന ബോർഡറിലാണ് ഞങ്ങളുടെ ഈ മണിഗോങ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റാനഗർ ഡയസിസിൽ നിന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇവിടെ എത്താൻ തന്നെ 2-2.5 ദിവസം 3 ദിവസം പിടിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് മണിഗോങ്ങിൻ്റെ പള്ളിയാണ്. ഇവിടെ എല്ലാ ആൾക്കാരും കൂടി വന്ന് ഞങ്ങൾക്ക് ഈ പള്ളി കെട്ടിത്തരുകയും ഒപ്പം തന്നെ ഞങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ പല വില്ലേജിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി 2 ആഴ്ച, ഞങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി 2 ആഴ്ച അവരെല്ലാവരും കൂടി നിന്ന് ഞങ്ങൾക്ക് വസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും ഒരു ബാംബു ഹൗസ് അവർ ഉണ്ടാക്കി തരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അവരുടെയും കൂടെ ഒരു സന്നദ്ധതയാണ്, അവരുടെയും കൂടെ ഉത്സാഹമാണ്. ഞങ്ങൾ അവർക്കും അച്ഛന്മാരെ കൊണ്ട് ആവശ്യമുണ്ട്, അച്ഛന്മാരുടെ സേവനം അവർക്ക് ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് 2 മാസം നിൽക്കുകയും അവരോടൊപ്പം വസിക്കുകയും ഒപ്പം അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവോടും കൂടി ഞങ്ങൾക്ക് വീട് കെട്ടിത്തരികയും ചെയ്യുന്നതിന് അവരുടെ തന്നെ ഒരു ഉത്സാഹമാണ്. അവർക്ക് അച്ഛന്മാരെ ആവശ്യമുണ്ട് എന്നതിന് ഒരു തെളിവാണ്. പ്രിയ സഹോദരരെ, ഇതൊരു ചലഞ്ചിങ് മിഷനാണ്. വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. ഇവിടെ എത്തിപ്പെടുന്നത് തന്നെ വളരെ സാഹസികം നിറഞ്ഞ വഴികളിലൂടെ വേണം ഇവിടെ വന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്ന് ഞാൻ ഓർക്കുമ്പോൾ ഇതുവരെ ഞങ്ങളുടെ സേവനത്തിന് കൂട്ടായി നിന്നത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങളെ നയിച്ചത് പരിശുദ്ധാത്മാവ്, ഞങ്ങൾക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരു കപ്പുച്ചിൻ അച്ഛനിൽ തുടങ്ങിയത് ഇപ്പോൾ 15 കപ്പുച്ചിൻ അച്ഛന്മാർ സേവനം ചെയ്യാൻ സന്നദ്ധമായിട്ട് വന്നത്. അതിനൊക്കെ തെളിവ് തന്നെ ഞങ്ങളെ നയിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. ഇത് തുടർന്നും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വളരെ ദൂരത്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി എത്തിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ശക്തി കിട്ടുന്നുണ്ട്. ഞങ്ങളിവിടെ എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ദുർഘടം പിടിച്ച വഴികളിലൂടെ നടന്നു വന്നാലും വില്ലേജുകളിലേക്ക് ഒരാഴ്ച നടന്നു പോയാലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ശക്തിയാണ്. ഒപ്പം തന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഉപദേശം തരാനും ശക്തി തരാനും ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ബിഷപ്പുമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 2 രൂപതയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മിയാവോ രൂപതയിലും ഇറ്റാനഗർ രൂപതയിലും. മിയാവോ രൂപതയിലെ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവിൻ്റെ കീഴിലും ഇറ്റാനഗർ ഡയസിസിലെ ജോൺ തോമസ് പിതാവിൻ്റെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ തരുന്ന ഓരോ ഉപദേശവും അനുഗ്രഹവുമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തി. ജയ് ജയ്ഷു. ഇറ്റാനഗർ മിഷൻ രൂപതയ്ക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ മണിഗോങ്ങിൽ ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഇനി അത്യാവശ്യമായി വേണ്ടത് പള്ളിക്കൂടവും ആശുപത്രിയുമാണ്.
ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനം. ഇത്രയും നാൾ ഈ സമൂഹത്തെ വഴി നടത്തിയ കർത്താവ് അവിടുത്തെ സമ്പന്നതയിൽ നിന്നും ആവശ്യമുള്ളത് മുഴുവൻ നൽകുമെന്ന ഉത്തമ ബോധ്യം ഇവിടുത്തെ ജനതയ്ക്കും അരുണാചൽ മിഷനുമുണ്ട്. പ്രത്യാശയോടെ കാത്തിരിക്കുകയാണിവർ നല്ല ഒരു നാളേക്കായി. അതിനായി പരമകാരുണ്യവാനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. Haikam Jisu. Thank you, Jesus. അടുത്ത എപ്പിസോഡിൽ അരുണാചലിലെ മറ്റൊരു അതിർത്തി ജില്ലയായ മെച്ചുക്ക എന്ന സ്ഥലത്തെ മിഷൻ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. പ്രിയ പ്രേക്ഷകർ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും അപകടകരമായ രീതിയിലുള്ള മിഷണറിമാരുടെ സാഹസികത നിറഞ്ഞതുമായ യാത്രാനുഭവത്തിന്റെ നേർക്കാഴ്ച. വീണ്ടും കാണുന്നതുവരെ പ്രാർത്ഥനയോടെ ജയ് ജിസു.